ഈ പൂ ഇങ്ങനെ ചൂടിയിരിക്കുന്നത് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും എന്തോ എനിക്ക് ആ പൂ മാറ്റാൻ തോന്നിയില്ല. ഓണമൊക്കെ അല്ലേ. അങ്ങനെ അതിഗംഭീരമായ ഓണസദ്യയും പായസവും ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയി മുനമ്പ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്തേക്ക്. പോകുന്ന വഴിക്കിതാ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒരു ബീച്ചിന്റെ പേരെന്താണോ, രക്തേശ്വരി ബീച്ച്. രക്തേശ്വരി ബീച്ചോ? വളരെ കൗതുകം തോന്നിയ പേര് കേട്ടപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഈ പ്രതിമയെ തൊട്ട് തലോടി. അതിനുശേഷം ദാ ഞങ്ങൾ നേരെ മുനമ്പെത്തി. എത്തിയപ്പോഴത്തേക്ക് സമയം 5 മണി 5:15. ചായയുടെ സമയം. ഒന്നും നോക്കിയില്ല, ചായയും കാപ്പിയും കൂടെ ഐസ്ക്രീമും. അടിപൊളി കോമ്പിനേഷൻ അല്ലേ. പിന്നെ ഞങ്ങൾ ഇതാ നോക്കിയപ്പോ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുറെ പേര് അവിടെ ഇന്ന് ഫിഷിങ് ചെയ്യുന്നു. ഇത് ശരിക്കും ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ. അങ്ങനെ സൺസെറ്റ്, ബീച്ച്, വേവ്സ്, ഫിഷിങ്, പിന്നെ കുറേ അധികം മീനുകളെ കണ്ടു. അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു, ഓണം 2024.